Inline checker, occasional theory, volume 9. Material specifications. A specification often refers to a set of documented requirements to be satisfied by a material, design, product or service. എഴുതി വച്ചിരിക്കുന്ന ഒരു കൂട്ടം റിക്വയർമെന്റ്സ് ആണ് സാധാരണഗതിയിൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സേവനം നൽകേണ്ട അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തേണ്ട നിലവാരമാണ്. ഉദാഹരണത്തിന് ഒരു റെഡിമെയ്ഡ് ഗാർമെന്റിന്റെ കളർ അല്ലെങ്കിൽ അതിന്റെ സ്റ്റൈല് അല്ലെങ്കിൽ അതിന്റെ അളവുകൾ, ഇതൊക്കെയാണ് സ്പെസിഫിക്കേഷന് ഉദാഹരണം. ഒരു കമ്പോണന്റിന്റെ ആണെങ്കിൽ ഒരു ബട്ടൺസിന്റെയോ അല്ലെങ്കിൽ ഒരു ഹുക്കിന്റെ ഒക്കെ അളവോ അല്ലെങ്കിൽ അതിന്റെ സൈസ്, ഇതൊക്കെയാണ് അതിന്റെ അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഇതൊക്കെയാണ് സ്പെസിഫിക്കേഷൻ എന്ന് സാധാരണയായി പറയുന്നത്. A specification is often a type of technical standard. സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു സാങ്കേതികമായ മാനദണ്ഡമാണ്. The purpose of a specification is to provide a description and statement of requirements of a product, components of a product, the capability or performance of a product, and or the service or work to be performed to create a product. സ്പെസിഫിക്കേഷന്റെ പർപ്പസ് അല്ലെങ്കിൽ അതിന്റെ ആവശ്യകതയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഉൽപ്പന്നത്തിനുണ്ടായിരിക്കേണ്ട ചില ഗുണനിലവാരം അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അതിന്റെ ഭാഗങ്ങൾക്കുണ്ടായിരിക്കേണ്ട സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അതിന് ഉൽപ്പന്നത്തിന് അല്ലെങ്കിൽ അതിന് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട്, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ സ്പെസിഫിക്കേഷൻസ് ആയിട്ട് പറയുന്നത്. മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻസ് എക്സാമ്പിൾസ്. സ്പെസിഫിക്കേഷന് ഉദാഹരണങ്ങൾ. ഗാർമെന്റ് ഇൻഡസ്ട്രിയിലെ ഉദാഹരണങ്ങളാണ് താഴെ പറയുന്നത്. ഫാബ്രിക് സ്പെസിഫിക്കേഷൻസ് ഫോർ അപ്പാരൽ മാനുഫാക്ചറിംഗ്. Physical properties are generally static physical dimensions of a fabric. അപ്പാരൽ നിർമ്മാണത്തിന് തുണിയിൽ അല്ലെങ്കിൽ അപ്പാരൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫാബ്രിക്കിന് ഉണ്ടായിരിക്കേണ്ട നിലവാരം, അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഓവൻ ഓർ നിറ്റഡ്, നെയ്തതാണോ അല്ലെങ്കിൽ നിറ്റ് ചെയ്തതാണോ എന്നുള്ളത്. കളർ, ഫാബ്രിക്കിന്റെ നിറം, നമ്മൾ പറയുന്ന നിറമാണോ അല്ലയോ എന്നുള്ളത്. ഫൈബർ ഓർ ഫിലമെന്റ്, ടൈപ്പ്, സൈസ് ആൻഡ് ലെങ്ത്, ഏത് തരം നാരുകൊണ്ടാണോ അത്
ഫാബ്രിക് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഉദാഹരണത്തിന് കോട്ടൺ അല്ലെങ്കിൽ സിൽക്ക് അല്ലെങ്കിൽ പോളിയസ്റ്റർ. പിന്നെ ഫാബ്രിക് ഉണ്ടാക്കിയിരിക്കുന്ന യാണിന്റെ സ്പെസിഫിക്കേഷൻസ്. യാൺ കൗണ്ട്, ട്വിസ്റ്റ്, അതിന്റെ പിരി അല്ലെങ്കിൽ അതിന്റെ പ്ലൈ, എത്ര നൂലുകൾ കൂട്ടിപ്പിരിച്ചിട്ടുണ്ടെന്നുള്ളത്. സിംഗിൾ ആണോ, 2 പ്ലൈ ആണോ, 3 പ്ലൈ ആണോ എന്നുള്ളത്. വെയിറ്റ്, ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ, GSM എന്ന് സാധാരണ ഇതിൽ പറയുന്നു. ഫാബ്രിക്കിന്റെ ഒരു സ്ക്വയർ മീറ്റർ, ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ഭാരം GSM എന്ന് സാധാരണ ഇതിൽ പറയും. തിക്നെസ്, ഫാബ്രിക്കിന്റെ ഘനം. ഫാബ്രിക് സ്ട്രക്ചർ for woven fabrics, the type of weave, count of warp and weft, ends per inch, picks per inch, etc. For knitted fabrics, type of knit, veils per inch, course per inch, and loop length. ഒരു ഫാബ്രിക് നിർമ്മിച്ചിരിക്കുന്നത് ഓവൻ ആണെങ്കിൽ, അത് നെയ്തതാണെങ്കിൽ അതിന് വേണ്ടിയിരിക്കുന്ന അതിന്റെ നെയ്ത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ വീവ് സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ നൂലിന്റെ ഊടിന്റെയും പാവിന്റെയും കൗണ്ട്, നൂലുകൾ പാകിയിരിക്കുന്ന ഡെൻസിറ്റി, അതായത് എത്ര ഇഴകളാണ് ഒരു ഇഞ്ചിലുള്ളത്, അത് വാർപ്പിന്റെയും മെഫ്റ്റിന്റെയും, അതിനാണ് ഈ ഇഞ്ച് പെർ ഇഞ്ചും പിക്സ് പെർ ഇഞ്ചും എന്ന് പറയുന്നത്. നിറ്റഡ് ഫാബ്രിക്കിനാണെങ്കിൽ അത് ഏത് തരം നിറ്റാണ്, ടൈപ്പ് ഓഫ് നിറ്റ്, അതായത് വെഫ്റ്റ് നിറ്റിങ്ങോ അല്ലെങ്കിൽ വാർപ്പ് നിറ്റിങ്ങോ എന്നുള്ളത് അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. വെയിൽസ് പെർ ഇഞ്ച്, അതായത് എത്ര ലൂപ്പുകൾ ഉണ്ടെന്നുള്ളത്. കോഴ്സ് പെർ ഇഞ്ച്, ഒരു ഇഞ്ചിൽ എത്ര നൂലുകൾ ലേ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ആൻഡ് ലൂപ്പ് ലെങ്ത്, ഒരു ലൂപ്പിന്റെ നീളം എത്ര ആയിരിക്കുന്നുള്ളത് നിറ്റിങ്ങിൽ. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു ഫാബ്രിക്കിന്റെ സ്പെസിഫിക്കേഷൻസ്. ഗാർമെന്റ് സ്പെസിഫിക്കേഷൻസ്, ഒരു റെഡിമെയ്ഡ് ഗാർമെന്റിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയായിരിക്കാം? Garment specification sheet contains the following key points. Sketch or design of the product. ഒരു ഷർട്ടിന്റെ അല്ലെങ്കിൽ എന്ത് പാന്റിന്റെ ആണെങ്കിലും അതിന്റെ ഒരു സ്കെച്ച് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻ ഉണ്ടായിരിക്കണം. മെഷർമെന്റ് ചാർട്ട്, ഓരോ അളവിന്റെയും ചാർട്ട് ഉണ്ടായിരിക്കണം. പ്രിന്റിംഗ് ഇൻസ്ട്രക്ഷൻ, എന്തെങ്കിലും പ്രത്യേക പ്രിന്റിംഗ് നടത്തണമെങ്കിൽ അതിനെ പറ്റിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കണം. എംബ്രോയിഡറി ഇൻസ്ട്രക്ഷൻ, എന്തെങ്കിലും തയ്യല് അല്ലെങ്കിൽ എംബ്രോയിഡറി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള വിശദീകരണം ഉണ്ടായിരിക്കണം. സ്റ്റിച്ച് ഇൻസ്ട്രക്ഷൻ, ഏത് തരം സ്റ്റിച്ചുകളാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനത്തെ നൂലാണ് ഉപയോഗിക്കേണ്ടത്, സ്റ്റിച്ചിന്റെ ഡെൻസിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യണം. ഗാർമെന്റ്സ് വാഷിംഗ് ഇൻസ്ട്രക്ഷൻസ്, അതായത് ഗാർമെന്റ്സ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ കഴുകി ഉപയോഗിക്കണം എന്നുള്ളതിനുള്ള നിർദ്ദേശങ്ങൾ. ആക്സസറീസ് ഇൻസ്ട്രക്ഷൻ, അതായത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രിംസ് അല്ലെങ്കിൽ എംബലിഷ്മെന്റ്സ് അല്ലെങ്കിൽ ആഡ് ഓൺസിനെല്ലാം ഉണ്ടായിരിക്കേണ്ട നിർദ്ദേശങ്ങൾ, എന്തെല്ലാം ആഡ് ഓൺസ് ഉണ്ടായിരിക്കണം. ഡിഫറെന്റ് ലേബൽ ഇൻസ്ട്രക്ഷൻ, ലാബലുകൾ ഏതെല്ലാമാണ് അതിൽ ഉണ്ടായിരിക്കേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ. നെസസറി കമന്റ്സ് റിലേറ്റഡ് ടു ദ പ്രൊഡക്ട്സ്, അതുകൂടാതെ എന്തെങ്കിലും പ്രത്യേക കമന്റ്സ് ഉണ്ടെങ്കിൽ അതും. സ്പെസിഫിക്കേഷൻ ഷീറ്റ് എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ആണ് ഗാർമെന്റ് ഇൻഡസ്ട്രിയിലെ സ്പെസിഫിക്കേഷൻ ഷീറ്റിന്റെ അവിടെ താഴെ കാണിച്ചിരിക്കുന്നത്.
ഗാർമെന്റിന്റെ പേര്, ഷർട്ട്, വിമൻസ് ഫിറ്റഡ് ഷർട്ട്, അതിന്റെ ഓരോ തരത്തിലുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ മെഷർമെന്റ്സ്, ബാക്കിയുള്ള നിർദ്ദേശങ്ങളെല്ലാം. ഗാർമെന്റ്സ് ഇൻസ്പെക്ഷൻ. ഒരു ഗാർമെന്റ് ഫാക്ടറിയിൽ ഗാർമെന്റ്സ് ഇൻസ്പെക്ഷനെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണ് അടുത്തതായിട്ട്. Garments are inspected before delivery to the customer to examine if it meets the specifications. നമ്മൾ മുൻപ് പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് ഓരോ ഗാർമെന്റിനും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് ഇൻസ്പെക്ഷൻ. ഇത് ചെയ്യുന്നത് ഉപഭോക്താവിന് ഡെലിവറി ചെയ്യുന്നതിന് മുൻപായിരിക്കും. ടൈപ്സ് ഓഫ് ഗാർമെന്റ് ഇൻസ്പെക്ഷൻസ്. ഏതെല്ലാം തരം ഇൻസ്പെക്ഷൻ ആണുള്ളത്? ഒന്ന്, പ്രീ പ്രൊഡക്ഷൻ ഇൻസ്പെക്ഷൻ. 2, ഇൻലൈൻ പ്രൊഡക്ഷൻ ഇൻസ്പെക്ഷൻ. 3, ഫൈനൽ റാൻഡം ഇൻസ്പെക്ഷൻ. ഇങ്ങനെ 3 തരം ഇൻസ്പെക്ഷൻ ആണ് ഒരു ഗാർമെന്റ് ഫാക്ടറിയിൽ നടക്കുന്നത്. പ്രീ പ്രൊഡക്ഷൻ ഇൻസ്പെക്ഷൻ. പ്രീ പ്രൊഡക്ഷൻ ഇൻസ്പെക്ഷൻ എന്താണെന്ന് നോക്കാം. പ്രീ പ്രൊഡക്ഷൻ ഇൻസ്പെക്ഷൻ ഈസ് ഡൺ ബിഫോർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട്സ്. ഉൽപാദനം തുടങ്ങുന്നതിന് മുൻപ് ചെയ്യുന്ന ഇൻസ്പെക്ഷനാണ് പ്രീ പ്രൊഡക്ഷൻ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. It is done to cross-check for final verification of bulk fabric and trims materials, styling, cutting way, manufacturing details and workmanship of the garment, or pre-production sample as per the customer requirement. ഉപഭോക്താവിന്റെ ആവശ്യപ്രകാരമാണോ ഗാർമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ബൾക്ക് പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുൻപ് എല്ലാ വിധത്തിലുള്ള സ്പെസിഫിക്കേഷൻസും റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രീ പ്രൊഡക്ഷൻ ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്. ഇൻലൈൻ ഇൻസ്പെക്ഷൻ. Inline inspection is done during the production process. ഉൽപാദനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന ഇൻസ്പെക്ഷൻ ആണ് ഇൻലൈൻ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. This inspection is done during production to ensure initial defects have been corrected and rectified. തുടക്കത്തിൽ ഉണ്ടായിരുന്ന അപാകതകൾ കണ്ടുപിടിച്ച് തിരുത്തി മുൻപോട്ട് പ്രൊഡക്ഷൻ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻലൈൻ ചെക്കിംഗ് ഉൽപാദനത്തിന്റെ സമയത്ത് ചെയ്യുന്നത്. This inspection cover mainly style detail, general appearance, workmanship, measurements, fabric quality, trims and components, lot color,
printing embellishments and washing quality. ഈ ഇൻസ്പെക്ഷനിൽ പ്രധാനമായിട്ടും ഗാർമെന്റിന്റെ സ്റ്റൈല്, പൊതുവായ അതിന്റെ അപ്പിയറൻസ്, അതിന്റെ ക്വാളിറ്റി, അതിന്റെ അളവുകൾ, ഫാബ്രിക്കിന്റെ ഗുണനിലവാരം, അതിന്റെ കൂടെ ഉപയോഗിച്ചിരിക്കുന്ന ട്രിംസിന്റെ കമ്പോണൻസിന്റെ ഗുണനിലവാരം, അതിന്റെ കളറ്, പ്രിന്റിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, എംബ്രോയിഡറിയോ അല്ലെങ്കിൽ ആഡ് ഓൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, വാഷിംഗ് ക്വാളിറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ അതും. ഫൈനൽ ഇൻസ്പെക്ഷൻ, ഏറ്റവും അവസാനം ചെയ്യുന്ന ചെക്കിംഗ്. This inspection is carried out when the production of the total quantity of an order or partial delivery is completed. ഒരു ഓർഡറിന്റെ പൂർണ്ണമായ അല്ലെങ്കിൽ ഭാഗികമായ ഒരു ഉൽപാദനം കഴിഞ്ഞു കഴിയുമ്പോൾ, എല്ലാ ഉൽപാദന പ്രക്രിയയും കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഇൻസ്പെക്ഷനാണ് ഫൈനൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. A sample lot will be selected from the order and a percentage of the garments will be inspected. This percentage usually being stipulated by the buyer. ഉണ്ടാക്കി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിർമ്മാണം കഴിഞ്ഞ ലോട്ടിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്ത് ഇൻസ്പെക്ട് ചെയ്യുന്നു. ഈ സാമ്പിളിൽ ഇത്ര ശതമാനം ഗാർമെന്റ്സ്, മൊത്തം ഉൽപാദനത്തിന്റെ ഒരു ശതമാനം ഗാർമെന്റുകളാണ് എടുത്ത് റാൻഡമായിട്ട് ഇൻസ്പെക്ഷൻ നടത്തുന്നത്. ഇങ്ങനെ എത്ര ശതമാനം ഗാർമെന്റ്സ് ഇൻസ്പെക്ഷന് വിധേയമാക്കണം എന്നുള്ളത് സാധാരണഗതിയിൽ ബയർ അല്ലെങ്കിൽ ഉപഭോക്താവാണ് നിർദ്ദേശിക്കാറുള്ളത്. ഗാർമെന്റ് ഡിഫക്ട്സ് ക്ലാസിഫിക്കേഷൻ. ഗാർമെന്റ്സിൽ വരുന്ന അപാകതകൾ എന്തൊക്കെയാണെന്നുള്ളതിന്റെ തരംതിരിക്കലാണ് താഴെ പറയുന്നത്. Defects detected during an inspection are buyer specific, so therefore vary from one buyer to the other. Defects are classified into the following categories. ഒരു ഇൻസ്പെക്ഷൻ നടക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിഫക്റ്റുകൾ അതിന്റെ ബയർ അല്ലെങ്കിൽ വാങ്ങുന്ന ആള് സ്പെസിഫൈ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കും ഏതൊക്കെ ഡിഫക്ട്സ് ആണുള്ളത്. ഒരു ബയർ പറയുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരു ബയർ പറയുന്നത്. അപ്പൊ അത് ബയറെ ആശ്രയിച്ച് ഇരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഏതൊക്കെ തരം ഡിഫക്ട്സ് ആണുള്ളത് താഴെ പറയുന്നു. ഒന്ന്, ക്രിട്ടിക്കൽ ഡിഫക്റ്റ്. A serious defect that can cause harm or injury to the user and or result in a hazardous condition. ഉപയോഗിക്കുന്നവർക്ക്, അതായത് ഗാർമെന്റ് ധരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുകയോ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമോ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അപാകതയ്ക്കാണ് ക്രിട്ടിക്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. Major defects. A defect that fails to meet the mandatory regulations directly affecting the usability, saleability, safety, and value of the merchandise, or as specified by the customer, buyer, are considered as major defects and are generally not repairable. For example, fabric hole,
shading among the panel, wrong measurement, foreign yarn, dye patches, etc. The measurement tolerance levels may vary from customer to customer. നിർബന്ധമായിട്ടും പാലിക്കേണ്ട നിയമങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ വിൽപ്പനയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ സുരക്ഷിതത്വത്തെ അല്ലെങ്കിൽ വിലയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഉപഭോക്താവ് പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷനെ ബാധിക്കുന്ന കാര്യങ്ങൾ തിരുത്താൻ പറ്റാത്തത് ആണ് മേജർ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഫാബ്രിക് ഹോൾ, തുണിയിലുണ്ടാകുന്ന തുള, അത് നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. ഷെയ്ഡിങ് എമംഗ് ദ പാനൽ, ഒരു ഗാർമെന്റിന്റെ പല കമ്പോണൻസിനും പലതരം നിറങ്ങൾ, ഷെയ്ഡിലുള്ള വ്യത്യാസം. റോങ് മെഷർമെന്റ്, ഒരു ഗാർമെന്റിന്റെ അളവുകളുടെ തെറ്റായ അളവ്, അതായത് നമുക്ക് അനുവദിക്കാൻ പറ്റാത്തതിൽ കൂടുതലുള്ള അളവുകൾ. ഫോറിൻ യാൺ, അതായത് കോട്ടൺ ഫാബ്രിക്കിൽ വേറെ ഏതെങ്കിലും സിന്തറ്റിക്കോ അല്ലെങ്കിൽ കളറുള്ള നൂല് വരികയാണെങ്കിൽ അത് ഫോറിൻ യാൺ എന്ന് പറയുന്നു. ഡൈ പാച്ചസ്, നിറത്തിലുള്ള വേരിയേഷൻസ്, ഏറ്റക്കുറച്ചിലുകൾ എന്നൊക്കെയാണ് മേജർ ഡിഫക്ട്സ്. Next is minor defects. A defect that does not adversely affect the usability of a product but does consist of a deviation from the original sample and may affect the sale of the product. Some of the defects are due to workmanship and some can be repairable but still can deteriorate the serviceability of the merchandise. For example, stain, skip stitch, wavy bottom, hem, etc. മൈനർ ഡിഫക്റ്റ്, ചെറിയ അപാകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വരാത്ത രീതിയിലുള്ള അപാകതകളെയാണ് മൈനർ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ചെറിയ ഡീവിയേഷൻസ്, നമ്മൾ കൊടുത്തിരിക്കുന്ന സാമ്പിളിൽ നിന്ന് ചെറിയ ഡീവിയേഷൻസ് ഉള്ളതിനെ മൈനർ ഡിഫക്റ്റ് എന്ന് പറയുന്നു. ഉദാഹരണത്തിന് ഒരു സ്റ്റെയിൻ, എന്തെങ്കിലും ഒരു പാടുണ്ടാവുക, അല്ലെങ്കിൽ സ്കിപ്പ് സ്റ്റിച്ച്, അല്ലെങ്കിൽ ഒരു തുന്നല് വിട്ടുപോയിരിക്കുക, അല്ലെങ്കിൽ വേവി ബോട്ടം, ഹെം എന്നൊക്കെ പറയുന്നത്.